നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഷാഫി പറമ്പിൽ എം പി. ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ അയ്യന്റെ സ്വർണം കക്കാനുള്ള ബോർഡാണെന്നും കക്കാനുള്ളതല്ലെന്നും ശബരിമലയിലെ മോഷണത്തിന് ഈ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണമെന്നും ഷാഫി പറമ്പിൽ എം പി ആഞ്ഞടിച്ചു. നൊച്ചാട് പഞ്ചായത്തിലെ 4, 5, 6 വാർഡുകളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ചേനോളി പള്ളിമുക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയം തന്നെയാണ് ഇപ്പോഴും ആയുധമായി ഉപയോഗിക്കുന്നത്. സർക്കാരിനെതിരെ ദേവസ്വം ബോർഡ് എന്നത് പറഞ്ഞാൽ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ളതല്ല എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം നിർണായകമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിൽ എം പി നേരത്തെയും പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ശബരിമല അയ്യപ്പന്റെ സ്വത്തിന് പോലും സുരക്ഷിതമല്ലാത്ത ഒരു കെട്ടകാലം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്വം തീക്കുനിയിൽ നടന്ന റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യവെയാണ് ഷാഫി സർക്കാരിനെതിരെ അന്ന് ആഞ്ഞടിച്ചത്. വേളം പഞ്ചായത്തിൽ വർഷങ്ങളായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും UDFന് വീണ്ടും പഞ്ചായത്ത് ഭരണത്തിലെത്താൻ ജനങ്ങൾ ഒരുങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ CPM നേതാക്കളെ പാർട്ടിയും സംസ്ഥാന സർക്കാരും സംരക്ഷിക്കുന്നത് അവർ എന്തൊക്കെ പുറത്തു പറയുമെന്ന ഭയം കൊണ്ടാണ് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ വിമർശനം. CPIM ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലായിട്ടും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും പാർട്ടി നൽകിയിട്ടില്ല. ശബരിമലയിലെ സ്വർണം കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡാണ് ആ സ്വർണം കവർന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സർക്കാർ സംവിധാനം മുഴുവൻ കൊള്ളയ്ക്ക് കൂട്ടുനിന്നുവെന്നും ഷാഫിയുടെ പ്രതികരണം. കോഴിക്കോട് കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ശബരിമല കോഴിക്കോടായിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ പണ്ടേ മുഴുവൻ സ്വർണവും അടിച്ചു മാറ്റിയേനെ എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം, വിമർശനം. ഭരിക്കുന്നവർ നന്നാവാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് UDF വോട്ട് ചോദിക്കുന്നത്. ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് മാത്രമാണ് വളർച്ചയുണ്ടായിരിക്കുന്നത്. തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണുള്ളത്. എന്നാൽ ജനങ്ങൾക്ക് വളർച്ചയുണ്ടായിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭരണം കിട്ടിയാൽ ജനങ്ങൾ നന്നാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തങ്ങൾ വോട്ട് ചോദിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിരുന്നവരാണ് CPM. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ ജയിലിലടയ്ക്കപ്പെട്ടയാൾ 26ാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്നുവെച്ചാൽ CPMഉം സർക്കാരും സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് പറയാതിരിക്കാനാവില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെ വിമർശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ പൊന്നു കക്കാൻ സർക്കാർ നേതൃത്വം നൽകുമെന്ന് വോട്ടർമാർ കരുതിയിട്ടുണ്ടാകില്ല എന്നും ഷാഫിയുടെ ആക്രമണം. പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതിനെ കുറിച്ച് CPM ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി CPM RSSനോട് അടുക്കുകയാണെന്നും ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്നും ഷാഫിയുടെ വിമർശനം. കോഴിക്കോട് നഗരത്തിൽ ഒരു വികസനവും ഇല്ലെന്നും അറബിക്കടലിലേക്ക് നോക്കി കോഴിക്കോട് ദുഃഖിച്ചിരിക്കുകയാണെന്നും സംവിധായകൻ VM വിനു നേരത്തെ വിമർശിച്ചിരുന്നു. ആരുടെയും മുഖത്ത് നോക്കി അന്ധമായി വോട്ട് ചെയ്യുന്ന രീതി ഉണ്ടാകരുതെന്നും കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായിരുന്ന VM വിനു വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോൺഗ്രസിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ശബരിമല വിഷയമുണ്ട് എങ്കിലും കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം. ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ നേരത്തെ നടത്തിയ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ഒരിക്കൽ കൂടി പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്ന് ഷാഫിയുടെ പ്രതികരണം. തന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എല്ലാവർക്കും അറിയാമെന്നും അതിലൊന്നും പ്രയാസമില്ലെന്നും ഷാഫി പറഞ്ഞു. മൂക്ക് പൊളിച്ചാലും പറയേണ്ടത് പറയാതിരിക്കില്ല. ഇത്തരത്തിലുള്ള എത്ര പേർ CPMലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് നടപടിയാണ് എടുത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. രാഹുലിനെ പിന്തുണച്ചത് രാഷ്ട്രീയമായി മാത്രമാണെന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് രാഷ്ട്രീയമായി മാത്രമായിരുന്നു. രാഹുൽ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. രാഹുലിന്റെ സംഘടനാ പ്രവർത്തനത്തിലെ മികവ് പരിഗണിച്ചു. വ്യക്തിപരമായി ആരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. ആ സമയത്ത് ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടില്ലെന്നും രാഹുലിനെ രാഷ്ട്രീയമായി മാത്രമാണ് താൻ പിന്തുണച്ചതെന്നും ഷാഫിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഷാഫി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പരാതി കിട്ടിയപ്പോൾ തന്നെ പാർട്ടി നടപടി സ്വീകരിച്ചതാണ്. കോൺഗ്രസ് എടുത്ത നടപടി ഇതുവരെ മറ്റു പാർട്ടികൾ ആരും എടുത്തിട്ടില്ലാത്ത നടപടിയാണ്. പാർട്ടി നടപടിക്കൊപ്പമാണ് താനുള്ളതെന്നും രാഹുലിന്റെ ക്രിമിനൽ സ്വഭാവമുള്ള പരാതി രേഖാമൂലം കിട്ടിയിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ ചിത്രം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടപടി ഉണ്ടായിട്ടും ചിത്രം വീണ്ടും പ്രചരിക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേർന്നു. അധിക്ഷേപ പരാമർശത്തോടെയാണ് ചിത്രം പ്രചരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ ചിത്രങ്ങൾ
പ്രചരിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകി. യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിന് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് 3 ദിവസങ്ങൾക്ക് മുമ്പ് 2 പേർക്കെതിരെ കേസെടുത്തിരുന്നു. യുവതിയുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് റസാഖ് PA, രാജു വിദ്യാകുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നവംബർ 29 മുതൽ ചിത്രം പ്രചരിപ്പിച്ചതിന് റസാഖിനെതിരെയും നവംബർ 30 മുതൽ പ്രചരിപ്പിച്ചതിന് വിദ്യാകുമാറിനെതിരെയുമാണ് കേസ് എടുത്തത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ഐഡന്റിറ്റി അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ പ്രകാരമാണ് റസാഖിനും വിദ്യാകുമാറിനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 2 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണിത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ കേസിൽ പരാതിക്കാരി അപകീർത്തിപ്പെടുത്തുകയും അവരുടെ ഫോട്ടോ ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് കേരള പോലീസ് വ്യാപകമായ നടപടികൾ തുടങ്ങി 32 കേസുകളോളം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സജീവമായി നിരീക്ഷിക്കുകയും യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അപകീർത്തികരമായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തുകൊണ്ട് സ്വകാര്യതാ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം വ്യാപകമായ ഓൺലൈൻ അധിക്ഷേപം നേരിടുന്നതായി യുവതിയുടെ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്. അതേസമയം ഇനി നമുക്ക് മറ്റൊരു പ്രതികരണത്തിലേക്ക് പോകാം. VD സതീശന്റെ പ്രതികരണത്തിലേക്കാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് CPM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികളാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും രാഹുലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ വിഷയം സജീവമായി നിർത്താനാണ് CPM ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം ഞങ്ങളെ ബാധിക്കില്ല, മാത്രമല്ല അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. തങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളെടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ CPM പ്രതിരോധത്തിലായി. CPM അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താമെന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ തിരിച്ചടിയുണ്ടാകും. വിഷയത്തിൽ അവർ പ്രതികൂട്ടിൽ നിൽക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും താൻ പറയേണ്ടതില്ലല്ലോ. അവരെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരുടെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഞങ്ങൾ ആ കൈ വിട്ടു. വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങൾ ആ കൈ വിട്ടു. മുഖ്യമന്ത്രി ഇപ്പോഴും ആ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നും VD സതീശന്റെ വിമർശനം. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ബുധനാഴ്ച വിധി പറയും. അതുവരെ കർശന നടപടികൾ പാടില്ലെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന നിർദ്ദേശമാണ് ഇതിലൂടെ കോടതി പോലീസിന് നൽകിയതെന്നാണ് പ്രതിഭാഗത്തിന്റെ വ്യാഖ്യാനം. ആദ്യ പീഡന കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി 15 വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് രണ്ടാമത്തെ കേസ്. സെഷൻസ് കോടതി ജഡ്ജി V. അനസാണ് കേസ് പരിഗണിച്ചത്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ എന്താണ് വിധി, ആദ്യത്തെ കേസിൽ എന്താണ് വിധി, അതൊക്കെ അറിയാനുള്ള ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും, അല്ലെങ്കിൽ നിയമ നടപടികൾ എന്തൊക്കെയാണ് രാഹുൽ നേരിടേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.